ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാൻ. ലെബനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നതും വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് കടലിടുക്ക് അടച്ചത്. ആക്രമണങ്ങൾ തുടർന്നാൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്ന് ഇറാൻ സൈനിക നേതൃത്വം. എന്നാൽ ഹോർമൂസ് നിയന്ത്രണം ഇപ്പോൾ ഇറാന്റെ പക്കലല്ലെന്നും കരാറില്ലെങ്കിൽ ഹോർമൂസിൽ ടോൾ പിരിക്കുമെന്നും ട്രംപ്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ജൂൺ മാസത്തിൽ ഗണ്യമായ വർധന. കമ്മോഡിറ്റി ഇന്റലിജൻസ് സ്ഥാപനമായ ക്ലെപ്പറിന്റെ കണക്കുകൾ പ്രകാരം ജൂൺ 19 വരെ ഇന്ത്യ റഷ്യയിൽ നിന്നും പ്രതിദിനം ശരാശരി 26.6 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. മെയ് മാസത്തിൽ ഇത് 19.1 ലക്ഷം ബാരലായിരുന്നു. ഇതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരെന്ന നിലയിൽ റഷ്യയുടെ ആധിപത്യം കൂടുതൽ ശക്തമായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിക്കൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ട്. സ്റ്റാമർ തിങ്കളാഴ്ച രാജിവെച്ചേക്കും. 100-ലധികം ലേബർ എംപിമാർ സ്റ്റാമറിന്റെ രാജി ആവശ്യപ്പെടുകയും മന്ത്രിസഭയിലെ പ്രമുഖർ രാജിവെക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിന്റെ തുടർഭരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നേതൃമാറ്റത്തിലൂടെ പാർട്ടിയെ രക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. സംസ്ഥാനത്ത് ഡിസംബർ വരെ രാത്രിയിൽ കടുത്ത വൈദ്യുതി പ്രതിസന്ധി തുടരുമെന്ന് KSEB. കൂടുതൽ സമയം വൈദ്യുതി മുടങ്ങാൻ സാധ്യത. നിലവിൽ വൈദ്യുതി വാങ്ങാൻ യൂണിറ്റിന് 10 രൂപ എന്ന ഉയർന്ന പരിധി നിയന്ത്രണമുണ്ടെങ്കിലും വേണ്ടി വന്നാൽ അത് മറികടന്നും വാങ്ങേണ്ടി വരുമെന്ന് KSEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചു. ഇല്ലെങ്കിൽ ഈ മാസം 30 വരെ ഏർപ്പെടുത്തിയിരിക്കുന്ന വൈദ്യുതി നിയന്ത്രണം എന്ന പേരിലുള്ള ലോഡ് ഷെഡിംഗ് കൂടുതൽ സമയം തുടരേണ്ടി വരും. ടിക്കറ്റ് ഇല്ലാതെയുള്ള ട്രെയിൻ യാത്രാ പിഴ ഇരട്ടിയാക്കി ഇന്ത്യൻ റെയിൽവേ. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുള്ള പിഴത്തുക 250 രൂപയിൽ നിന്നും 500 രൂപയായാണ് ഉയർത്തിയത്. ജൻ വിശ്വാസ് ആക്ട് 2026 വ്യവസ്ഥകൾ പ്രകാരം 1989 റെയിൽവേ ആക്ടിലെ 137, 138 വകുപ്പുകൾ പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ പിഴത്തുക ജൂൺ 20 മുതൽ 500 രൂപയെ ഉയർത്തിയതായി റെയിൽവേ എക്സിലൂടെ അറിയിച്ചു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.